നീണ്ട ഇടവേളയ്ക്കു ശേഷം സലാം കൊടിയത്തൂരിന്റെ സംവിധാനത്തിൽ ഒരു പുതിയ ഹോം സിനിമ. ഓലപ്പുരയ്ക്കെന്തിന് ഇരുമ്പുവാതിൽ. ഓരോ കുടുംബത്തിലും സൂക്ഷിച്ചു വെക്കുവാനുള്ള ഒരു ഉത്തമ കുടുംബചിത്രം. ഓലപ്പുരയ്ക്കെന്തിന് ഇരുമ്പുവാതിൽ. എനിക്ക് ഭാര്യയും മക്കളുണ്ടെന്നുള്ളത് ആദ്യം എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്ക്. ഞാനൊരു ഉപ്പയാണെന്നുള്ളത് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. മാസം എന്റെ ശമ്പളം എണ്ണി വാങ്ങിക്കുമ്പോ കാണിക്കണ പഞ്ചാര വർത്താനം മാത്രം പോരാ, കുറച്ചൊക്കെ എന്റെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഭാര്യ പീഡനം അനുഭവിക്കുന്ന ഭർത്താക്കന്മാർക്കു വേണ്ടിയുള്ള ഒരു ഉത്തമ സിനിമ. ഓലപ്പുരയ്ക്കെന്തിന് ഇരുമ്പുവാതിൽ. നല്ല വിഷം കിട്ടുമെങ്കില് ഒരു ഗ്ലാസ് അത് കലക്കിതാ. വിഷം കുടിക്കേണ്ട നിങ്ങളല്ല, ഞാനും മക്കള്. മക്കളുടെ അവഗണന അനുഭവിക്കുന്ന വൃദ്ധരായ മാതാപിതാക്കൾക്കു വേണ്ടിയുള്ള ചിത്രം. ഓലപ്പുരയ്ക്കെന്തിന് ഇരുമ്പുവാതിൽ. പുറത്തിടുന്ന ചെരുപ്പ് അകത്തിടരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കൂല. മറന്നു പോണതാ മോളെ. അതിനല്ലേ 100 വട്ടം പറഞ്ഞു തരുന്നത്. തുടച്ച് വൃത്തിയാക്കണ സ്ഥലം അത്. ഈ വീട്ടില് വേലക്കാരികളില്ല. നാടക്കങ്ങോട്ട്. കഴിഞ്ഞ മാസം 2 ദിവസം ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കിയില്ലേ? അന്ന് എനിക്ക് വന്ന അധിക ചെലവ് എത്രയാണെന്ന് അറിയാൻ? ഹോം സിനിമ കോമഡി സ്റ്റാർ സിദ്ദിഖ് കൊടിയത്തൂരിന്റെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യമുഹൂർത്തങ്ങൾ. ഓലപ്പുരയ്ക്കെന്തിന് ഇരുമ്പുവാതിൽ. വൈദ്യരെ, അവന്റെ സ്വഭാവം ഏതു നേരം മാറും. അവിവേകമൊന്നും കാണിക്കരുത്. അവിവേകം കാണിച്ചത് നിങ്ങളാ. ഇപ്പം കണ്ടില്ലേ എത്ര മര്യാദക്കാരനായിട്ടാ അവൻ അകത്തേക്ക് പോയത്. ഏതൊരു ഭ്രാന്തന്റെ ഉള്ളിൽ ഒരു മര്യാദക്കാരനുണ്ടാവും. കണ്ടില്ലേ എന്തൊരു അച്ചടക്കം, എന്തൊരു വിനയം, എന്തൊരു ദ്രുണ്യത. ഇനി തെറി പറയാനും തോന്നുന്നുണ്ടോ? നിഷ്കാസനാം സപ്തകടാഹ ദുർമേധസ്യ ഷഡ്ഭുജ ത്രികുണ്ഡം എന്നാണല്ലോ പ്രമാണം. മാപ്പിളാരെ വരച്ച വരിയിൽ നിർത്താൻ കഴിഞ്ഞെങ്കിലേ പെണ്ണുങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവും. ശർക്കര വൈദ്യരുന്നല്ലേ? ഉവ്, ആ പേര് എനിക്ക് ഇഷ്ടമില്ല എന്ന് തനിക്ക് അറിഞ്ഞൂടെ? നിങ്ങളുടെ പ്രായം മാനിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അടിച്ചാ തലമണ്ടയെ പൊട്ടിക്കായിരുന്നു. അനുസരണ ഇല്ലാത്ത പെണ്ണുങ്ങൾ അടിച്ച് ശരിയാക്കണം. അന്റെ ഉമ്മാനെ നോക്കുന്ന കാര്യത്തിൽ നിന്റെ മോള് സഹായിച്ചിട്ടില്ലെങ്കിൽ ചെപ്പക്കുറ്റി നോക്കി കൊടുക്കേണ്ടി വരും. അത് ചെയ്തോ? ഈ ഒരാഴ്ചയും കൂടി ഇവിടെ ഉണ്ടാവുള്ളൂന്ന്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാ പോണത്? ഉപ്പ വന്നിട്ട് വല്യമ്മാനെ എങ്ങോട്ടോ കൊണ്ടുപോത്രേ. ജീവിതകാലം മുഴുവൻ നിനക്ക് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. മറിച്ചാണെങ്കിൽ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി വരുന്നത് നീ ആയിരിക്കും. എന്റെ ജ്യേഷ്ഠനാണെന്ന ബഹുമാനം ഇക്കായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ അനിയനാവാനുള്ള അർഹതയില്ലാത്തവന്റെ ബഹുമാനം എനിക്ക് താല്പര്യമില്ല. ഇത് ഞാൻ എന്റെ അനിയന്മാരോടോ ജ്യേഷ്ഠന്മാരോടോ പെങ്ങന്മാരോടോ പറയില്ല. എന്താ കാരണം? ഇവിടെ 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 പറയാ. എന്നാ താൻ പറയാ. ആണത്തത്തിന്റെ അവസാനത്തെ അടയാളമെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് വാ. ഇമ്മാനെ നോക്കി എല്ലാവർക്കും മടുത്തുക്കണ മോനെ. എല്ലാവർക്കും ഒരു ഭാരമായിക്കണ്.